ഹാഷ്മി, സത്യപ്രതിജ്ഞ ദിവസമാണ്, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെയാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത 20 കൗൺസിലർമാർ അതുമായി ബന്ധപ്പെട്ട് സത്യപ്രതിജ്ഞ നടത്തിയതും അത് കോടതിയിലേക്ക് എത്തുന്നതും കോടതി ആ സത്യപ്രതിജ്ഞ ഇപ്പോൾ അത് നിയമവിധേയമല്ല എന്ന് പറയുന്നത്, അവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി പറയുന്നത് അങ്ങനെയാണ്. അത് മേയർ വി രാജേഷ് ഉണ്ട്. ഇതിലെങ്ങനെയാണ് പ്രതികരണം? അതായത് 20 പേർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് കോടതി വിധി. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകും. ഇത് അന്ന് തന്നെ ഈ നിയമപ്രശ്നം ചൂണ്ടിക്കാണിച്ചതല്ലേ? നിയമപ്രശ്നത്തിൽ ഫൈനൽ വിധി പറയേണ്ട കോടതിയല്ലേ. ഇപ്പോൾ ഓരോരുത്തരും അവരുടെ വ്യാഖ്യാനം പറയും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൽ വിധി പറയും. ആ വിധി ഞങ്ങൾ അംഗീകരിക്കും. അല്ല, ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ഒഴിവാക്കേണ്ടതിരുന്നതല്ലേ? ഇത്തരം ഒരു സത്യപ്രതിജ്ഞ ചടങ്ങിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ഭരണഘടന അനുശാസിക്കുന്നതല്ലോ. അലക്സ്, അങ്ങനെ സംഭവിച്ചുകൊണ്ടാണല്ലോ കോടതി മുമ്പായ കേസ് പോവുകയും കോടതി വിധി പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ വിധി ഞങ്ങൾ അംഗീകരിക്കും. ഞങ്ങളതിൽ അപ്പീലൊന്നും പോകുന്നില്ല. ഞങ്ങൾ സത്യപ്രതിജ്ഞ കോടതി പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. 50 പേരുടെ ഭൂരിപക്ഷമാണ് ബി ജെ പിക്കുള്ളത്. അതിൽ 20 പേരുടേതും അസാധുവാണ്, സത്യപ്രതിജ്ഞ അസാധുവാണ്. അതിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുണ്ട്, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരുണ്ട്. ഈ 30 ദിവസത്തിന് സത്യപ്രതിജ്ഞ 4 ആഴ്ചയ്ക്കും ചെയ്തില്ലെങ്കിലാണ് അസാധുവാകുന്നത്. ഈ 4 ആഴ്ചയ്ക്കും ചെയ്തെങ്കിൽ മാത്രമാണ് അസാധു. ഇതിൽ പ്രശ്നം എന്താണെന്നറിയോ? ഈ കേസുമായിട്ട് പോയവരെന്താ പറഞ്ഞത്? ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം, ഇവരുടെ വിജയം തന്നെ റദ്ദാക്കണം എന്ന് പറഞ്ഞല്ലേ പോയത്. കോടതി അത് മൈൻഡ് ചെയ്തില്ലല്ലോ. കോടതി പറഞ്ഞു ഒരിക്കൽ കൂടെ സത്യപ്രതിജ്ഞ ചെയ്യണം. അങ്ങനെ ഒരു ആംബിഗ്വിറ്റി ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ സത്യപ്രതിജ്ഞ. ഞങ്ങളെക്കാലത്തും ബഹുമാനപ്പെട്ട കോടതികൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ്. ഞങ്ങളത് അംഗീകരിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. തീയതി ഇപ്പോൾ പാർട്ടിയായിട്ട് ആലോചിച്ച് എല്ലാ കൗൺസിലർമാരായിട്ട് ആലോചിച്ച് അഭിഭാഷകരുമായിട്ട് ആലോചിച്ച് കോടതിയുടെ വിധി പകർപ്പ് വായിച്ചു നോക്കിയതിനു തീരുമാനിക്കും. പുറത്തൊരു സമരം നടക്കുന്നുണ്ട്. അതായത് വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനെ കൗൺസിലിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം. അതിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത്, LDF ആരോപിക്കുന്നത് കൗൺസിൽ വിളിക്കുന്നതിന് മേയർ മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ്. കൗൺസിൽ വിളിക്കാതെ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആരോപണം. അതെന്താ നടപടി? 29 വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് മെയ് മാസത്തെ കൗൺസിൽ കഴിഞ്ഞു. ഇനി എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ അവർ പറയുന്നത് സമയത്തല്ലല്ലോ കൗൺസിൽ വിളിക്കേണ്ടത്. ഇവിടെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കഴിഞ്ഞ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുമ്പാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് അവിടെ നിന്ന് അജണ്ടകൾ വന്ന് ആ അജണ്ടകൾ പരിശോധിച്ച് അത് ജനറൽ കൗൺസിലിൻ്റെ അജണ്ടയിലേക്ക് ഉൾപ്പെടുത്തി ഏറെക്കുറെ ഇന്ന് വൈകുന്നേരം കൊണ്ട് അതിൻ്റെ പണി പൂർത്തിയാവും. അതിനുശേഷം ഇന്ന് വൈകുന്നേരം മുതൽ അജണ്ട സർക്കുലേറ്റ് ചെയ്യും. ഞങ്ങൾ 29 കൗൺസിൽ വിളിക്കും. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചാണല്ലോ. 29 വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും. 29 വിളിക്കുള്ളൂ. സുഗതൻ ജയിലിലാണ്, വിയ്യൂർ ജയിലിലാണ്. 20 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യണം. അതിനുള്ളിൽ സുഗതൻ വരുമോ സത്യപ്രതിജ്ഞ ചെയ്യാൻ? ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കും. ഞങ്ങളത് കോടതിയോട് മുമ്പായി ബോധ്യപ്പെടുത്തും. പ്രതിസന്ധിയിലേക്കാകില്ലേ? നിയമത്തിലെല്ലാത്തിനും വഴിയുണ്ട്. കോടതി തീരുമാനിക്കില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതി മുമ്പായി സമീപിച്ച് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെന്ന് പറയും. കോടതി തീരുമാനിക്കട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, അതായത് 50 പേരുടെ കേവല ഭൂരിപക്ഷം ഒരു സ്വതന്ത്ര അംഗം പിന്താങ്ങുന്നു. ഭരണം തുലാസിലാവില്ലേ? ഭരണം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും. കാരണം ജനകീയ ഇടപെടലുകൾ, ജനങ്ങൾ ആവശ്യപ്പെട്ട തെരുവ് നായ്ക്കൾ, നിങ്ങളുടെ മനസ്സിൽ പോലും തെരുവ് നായ്ക്കൾ ഷെൽട്ടറിൽ തെരുവ് നായ്ക്കളുടെ പ്രശ്നമല്ല. സുഗതൻ കാപ്പാക്കേസ് പ്രതിയാണ് ജയിലിനകത്ത് കിടക്കുന്നത്. ആ സുഗതനെ പുറത്തേക്ക് വിടാൻ കോടതി അനുവദിക്കുമോ? ഞാൻ പറയട്ടെ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ പിന്തുണയുണ്ട്. നന്നായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഭരണസമിതി മുന്നോട്ട് പോകുമ്പോഴേക്കും കോടതികളുടെയൊക്കെ ചില നിരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഞങ്ങൾ അനുസരിക്കും. ഇനി സഭ ചേരുമ്പോഴേക്കും ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ നോക്കിയോ. ഇനി ഭൂരിപക്ഷം ഇല്ലെന്നിരിക്കട്ടെ, അതിനും അതിൽ സൊല്യൂഷൻ ഉണ്ടല്ലോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിപക്ഷമൊക്കെ ഉണ്ടാവും. ഭൂരിപക്ഷം ഉണ്ടാവും. ഭൂരിപക്ഷം കൂടിയിട്ടേ ഉള്ളൂ. സുഗതനില്ലെങ്കിലും ഭൂരിപക്ഷം ഉണ്ടാകും. അപ്പോൾ വരാൻ പോകുന്നത് ഇനി 29-ാം തീയതി വരാൻ പോകുന്ന കാര്യം നമുക്ക് അന്ന് കാണാം. ഇപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോവില്ല, അതിൻ്റെ ഒരു ആങ്സൈറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൗതുകം പോവില്ല. സുഗതന് വേണ്ടിയുള്ള നിയമ നടപടി നടത്തുന്നതിനുള്ളിൽ തീർച്ചയായും ഞാനത് ഡൽഹിയിൽ വെച്ച് തന്നെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ. നിയമപരമായും രാഷ്ട്രീയപരമായും ഭരണപരമായിട്ടുള്ള എല്ലാ നടപടികളും അനുകൂലമായിട്ട് ശക്തമായി സംരക്ഷിക്കുകയാണ് കൗൺസിൽ. അന്ന് അത് ഡൽഹിയിൽ വെച്ച് ആ ദിവസം തന്നെ പറഞ്ഞു. എല്ലാ അത് ഈ ഒരു കൗൺസിലറല്ല, 101 കൗൺസിലർമാർക്കും കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ഉള്ള എല്ലാ സംരക്ഷണവും, കൗൺസിലർ എന്നുള്ള നിലയ്ക്കുള്ള ഭരണപരമായും നിയമപരമായുള്ള സംരക്ഷണം എല്ലാവർക്കും കൊടുക്കും. ഈ ഭരണസമിതിയെ പിന്തുണയ്ക്കുന്ന കൗൺസിലർമാർക്ക് രാഷ്ട്രീയമായ സംരക്ഷണം ഒരുക്കും. ഹാഷ്മി, അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് സുഗതൻ ജയിലിലാണ്, സുഗതന്റെ പിന്തുണ അനിവാര്യമാണ്. അതിനുള്ള നിയമ നടപടി ആലോചിക്കും, നിയമപരമായി മുന്നോട്ട് പോകും. അതല്ല എങ്കിൽ ആ കൗൺസിൽ വിളിക്കുന്ന ദിവസം കണ്ടുള്ളൂ, അല്ലെങ്കിൽ ആ സത്യപ്രതിജ്ഞ ചടങ്ങ് ഇനി അടുത്ത് തീരുമാനിക്കുന്ന ആ ദിവസം കണ്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സ്വാഭാവികമായി ഒരുപക്ഷെ മറ്റെന്തെങ്കിലും പ്ലാൻ ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് അവർക്കുണ്ടാകാം. അതാണ് അദ്ദേഹം അദ്ദേഹം എന്തോ ഒരു സർപ്രൈസ് എന്ന വാക്ക് അദ്ദേഹത്തിന് കിട്ടിയില്ല, അതുകൊണ്ടാണ് ആങ്സൈറ്റി എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ഒരു സർപ്രൈസ് അവിടെ കാത്തു വെക്കുന്നുണ്ട്. ആർ സുഗതനെ പറ്റി ചോദിച്ചപ്പോഴേക്കും തെരുവുനായ ശല്യത്തെ പറ്റി പറഞ്ഞതിൻ്റെ സ്റ്റുഡൻസ് മനസ്സിലായില്ല. എന്തായാലും സുഗതൻ ഇല്ലെന്നുണ്ടെങ്കിൽ വേറൊരു പ്ലാൻ BJPക്ക് ഉണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ ലോട്ടസ് പ്ലാൻ ആണോ എന്ന കാര്യവും നമുക്ക് ഇപ്പോൾ അറിയില്ല. എന്തായാലും ആ കോടതി ഉത്തരവിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. കോടതി ഉത്തരവിൽ MD രാജേന്ദ്രൻ്റെ ആ സിനിമാ വരികൾ എടുത്തുദ്ധരിക്കുന്നുണ്ട് കോടതി. ആ കോടതി പറയുന്നത്, കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് എന്ന ആ സിനിമാവരികളടക്കം കോടതി ഉത്തരവിൽ എടുത്ത് പരാമർശിക്കുന്നു. എന്നിട്ട് കോടതി പറയുന്നത്, എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്നാണ് ഗുരുദേവ സന്ദേശം. കേവലം ഒരു പേര് കൊണ്ട് ദൈവത്തെ നിർവചിക്കേണ്ട കാര്യമില്ല
എന്ന് കോടതി ശരിയാവണ്ണം ആ ഉത്തരവിൽ എടുത്ത് പറയുകയാണ്. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവം ഒന്നേ ഒന്ന് എന്ന സിനിമാവരികൾ അടക്കം എടുത്തുദ്ധരിച്ച മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന വളരെ ഗംഭീരമായ ഒരു വിധിയാണ്. ഉത്തരവിൻ്റെ പകർപ്പാണ് പ്രേക്ഷകർ അതിൽ കാണുന്ന MD രാജേന്ദ്രൻ്റെ വരികളാണത്. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ എല്ലാ മതങ്ങളെയും എല്ലാ ദൈവങ്ങളെയും ബഹുമാനിക്കുമ്പോൾ തന്നെ, അതിൻ്റെ വിശ്വാസത്തെ ബഹുമാനിക്കുമ്പോൾ തന്നെ മതേതരമായ ഒരു വേദിയിലേക്ക് അത് കൊണ്ടുവരേണ്ട കാര്യമില്ല എന്ന അർത്ഥത്തിലാണ് ആ കോടതി ഉത്തരവ്. മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഉത്തരവ് എന്ന് തന്നെ പറയുന്നുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് ഉത്തരവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.